ഇത് പിണറായിയുടെ പേഴ്സണൽ ഗിഫ്റ്റ് അല്ല, ഗ്രാസ് റൂട്ട് ലെവലിൽ ലോക്കൽ ഇഷ്യൂസ് ആവും സംസാര വിഷയം. ശബരിമല ഒരു രാഷ്ട്രീയ വിഷയമാക്കാൻ ഉള്ള എല്ലാ സാധ്യതയും കാണുന്നു. കാരണം സീറ്റ് ജയിച്ചു വരണം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ജയിച്ചു വരണമെങ്കിൽ അതിന് മറ്റ് പല ഫാക്ടേഴ്സ് ഇല്ലേ. പഞ്ചായത്തിൽ അങ്ങനെയല്ല. BJP നില ഉറപ്പായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മെച്ചപ്പെടുത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്തിനാണ്? ലോക്കൽ വിഷയങ്ങൾ, ഒരു നഗരത്തിൻ്റെ, ഒരു ഗ്രാമത്തിൻ്റെ, ഒരു ചെറിയ നഗരത്തിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ലോക്കൽ ഇഷ്യൂസാണ് യഥാർത്ഥത്തിൽ വികേന്ദ്രീകൃതമായ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രവർത്തിക്കേണ്ടത്. ഉദാഹരണത്തിന് ഒരു കോർപ്പറേഷൻ, ആ കോർപ്പറേഷനിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ലൈറ്റ് മെട്രോ വരുന്നു. അത് ആ പദ്ധതിയാണ്, അത് കൊണ്ടുവന്നത് ആരാണ്, അതിൻ്റെ നൂലാമാലകൾ, അത് ആ നഗരവുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ. ആ നഗരത്തിലെ ഏത് നഗരമാണോ എടുക്കുന്നത് ആ നഗരത്തിൻ്റെ ഇപ്പോഴത്തെ കൗൺസിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ആ നഗരസമിതി സഭ, അതിലെ അംഗങ്ങളുടെ പ്രവർത്തനം, വാർഡിലെ ജനപ്രതിനിധികളുടെ ഇതുവരെയുള്ള പ്രവർത്തനം, അവർ ആക്സസിബിൾ ആണോ, ഇതൊക്കെയാണ് അടിസ്ഥാനപരമായ കാര്യം. അവിടെ LDFന് കാലിടറുമോ എന്നതാണല്ലോ ചോദ്യം. LDFന് കാലിടറാൻ സാധ്യത കുറവാണ്. ജനറൽ ആൻറ്റി ഇൻകംബൻസിയുടെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു ചെറിയ ശതമാനം പ്രാദേശികമായി LDFനെതിരെ വീശാൻ അത് തടയാൻ ആവില്ല, അത് ഉറപ്പായി ഉണ്ടാകും. പക്ഷെ അതിനെ മറികടക്കുന്ന രീതിയിൽ LDFന് ചരിത്രപരമായി എപ്പോഴും കാണുന്ന ഒരു സംഘടനാ സംവിധാനമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെ, പ്രത്യേകിച്ച് ക്ഷേമ പദ്ധതികൾ സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ചതാണെങ്കിലും ഓരോ വാർഡിലും അതിൻ്റെ ബെനിഫിഷ്യറീസ് ഉണ്ടെന്ന് ഓർക്കണം. അപ്പോൾ വിവിധങ്ങളായ തദ്ദേശ സ്വയംഭരണ വിവിധങ്ങളായ പദ്ധതികളുടെ ബെനിഫിറ്റ്സ് ഇതുണ്ട് 1 കോടിയോളം ആളുകളിലേക്ക് ശമ്പള രൂപത്തിലും പെൻഷൻ രൂപത്തിലും മറ്റാനുകൂല്യങ്ങളുടെ രൂപത്തിലും ക്ഷേമ പെൻഷനുകളുടെ രൂപത്തിലും എല്ലാം എത്തുന്നതാണ്. ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് എടുക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിനാണ്. കാരണം അവരാണല്ലോ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൻ്റെ ഭരണകൂടം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അത് ജനങ്ങളിലേക്ക് കാഡറുകളുടെ സഹായത്തോടു കൂടി, അണികളുടെ സഹായത്തോടു കൂടി, പ്രവർത്തകരുടെ സഹായത്തോടു കൂടി ഓരോരുത്തരെ ഓരോ ക്ഷേമ പെൻഷൻ ലഭിക്കുമ്പോഴും ഇത് തങ്ങളുടെ സർക്കാരാണ്, പിണറായി സർക്കാരാണ് തന്നത് എന്ന ഓർമ്മ വേണം. അതൊക്കെ മേലെ ചിന്തിച്ച് ഇത് പിണറായിയുടെ പേഴ്സണൽ ഗിഫ്റ്റ് അല്ല, മറിച്ച് ഇത് സംസ്ഥാനത്തിൻ്റെ നികുതിദായകരുടെ പണം അല്ലെങ്കിൽ കേന്ദ്ര ഫണ്ട് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നൽകപ്പെടുന്ന സംസ്ഥാന സർക്കാർ നിമിത്തമാകുന്നതേ ഉള്ളൂ. അത്രയും വിശാലമായി ചിന്തിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ടാവും? അതുകൊണ്ട് ഇതിൻ്റെ രീതിശാസ്ത്രം, മുൻകാലങ്ങളിലെ രീതിശാസ്ത്രം നോക്കിയാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, നഗരസഭാ തിരഞ്ഞെടുപ്പ്, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലൊക്കെ LDFന് സാമാന്യ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം ഈ ഭരണവിരുദ്ധ വികാരം ആഞ്ഞു വീശിയില്ല. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള, അല്ലെങ്കിൽ ഭൂരിപക്ഷം കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും നഗരസഭകളും ഇപ്പോൾ ഭരിക്കുന്ന LDF ആണ്, അവർക്കെതിരെയുമുള്ള ഭരണവിരുദ്ധ വികാരം ആഞ്ഞു വീശുന്നില്ല എങ്കിൽ LDFന് കാര്യമായ സാധ്യതകളുണ്ട്. LDFും UDFും തമ്മിൽ കൃത്യമായ നല്ല പോരാട്ടത്തിലാണ്. അതുകൊണ്ട് UDFന് വലിയ എഡ്ജൊന്നും ഉണ്ടാകാൻ, നിയമസഭയിലേക്ക് ഒരുപക്ഷെ അങ്ങനെ ആവണമെന്നില്ല. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ മെയിൻ ബെനിഫിഷ്യറി അവിടെ UDF ആയിരിക്കും, BJP ആയിരിക്കില്ല. BJP നില മെച്ചപ്പെടുത്തും, തീർച്ചയാണ്. BJP വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. അതേസമയം ഗ്രാസ് റൂട്ട് ലെവലിൽ ലോക്കൽ ഇഷ്യൂസ് ആവും സംസാര വിഷയം, ആവണം സംസാര വിഷയം. അവിടെ നേട്ടമുണ്ടാക്കാൻ LDFന് കഴിയും. എന്നാൽ ഭൂരിപക്ഷം കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും LDF പിടിച്ചെടുക്കുമെന്ന് ഞാൻ പറഞ്ഞുവെന്ന് അർത്ഥമാക്കേണ്ടതുമില്ല. കാരണം അത് ലോക്കൽ ഫാക്ടേഴ്സിനെ കൂടി ആസ്പദമാക്കിയിരിക്കും. പക്ഷേ തീരെ മോശമാവില്ല LDFന്റെ പഞ്ചായത്തുകളുടെ, കോർപ്പറേഷനുകളുടെ, നഗരസഭകളുടെ പ്രകടനം. 3 ക്ലെയിമൻസ് ആണ് അയ്യപ്പ സംഗമത്തിന്റെ അടിസ്ഥാനത്തിൽ LDFും. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് UDFും BJPയും പരസ്പരം മത്സരിച്ചും ശബരിമല ഒരു രാഷ്ട്രീയ വിഷയമാക്കാൻ ഉള്ള എല്ലാ സാധ്യതയും കാണുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പ്രതിരോധത്തിൽ നിൽക്കുന്നത് LDFും നേട്ടത്തിൽ നിൽക്കുന്നത് UDFും BJPയുമാണ്. ഇവിടെ UDFിൻ്റെയും BJPയുടെയും സാധ്യതകളെക്കുറിച്ചാണല്ലോ ചോദ്യം. ഇതാരാണ്? സ്വർണ്ണപ്പാളി വിവാദമൊക്കെ വരുന്നതിന് മുൻപ് ആചാര സംരക്ഷണം, ആചാരം, ശബരിമലയിലെ സ്ത്രീ പ്രവേശനം, ആ പ്രവേശനം കൊണ്ട് സംഭവിച്ച ആചാര ലംഘനം, അത് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ ആദ്യം ചാടി ഇറങ്ങിയത് BJPയാണ്. ഒപ്പം സമുദായ സംഘടനകൾ, NSSും SNDPയും ഒക്കെ തന്നെ സംരക്ഷണ യാത്രകളും വലിയ രീതിയിലുള്ള പ്രയാണങ്ങളും എല്ലാം നടത്തി. അത് ഉഴുതിട്ട BJP ഉഴുതിട്ട അന്നത്തെ CPM വിരുദ്ധ, പിണറായി വിരുദ്ധ, സംസ്ഥാന സർക്കാർ വിരുദ്ധ ആ ഒരു മനസ്സിൻ്റെ പ്രയോജനം ലഭിച്ചത് UDFനാണ്. പ്രത്യേകിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 20-ൽ 19 സീറ്റുകളും തൂത്തുവാരി. LDFന് കേവലം 1 സീറ്റാണ് ലഭിച്ചത് എന്നുകൂടി ഓർക്കണം. അത്
വീണ്ടും അതേപോലെ ഒരു സാഹചര്യം ആവർത്തിക്കുമോ? അതോ BJP അന്ന് നേട്ടമൊന്നും ഉണ്ടാക്കിയില്ല. BJP ഇംപ്രൂവ് ചെയ്തു, ടാലി ഇംപ്രൂവ് ചെയ്തു, BJPയുടെ വോട്ട് ഷെയർ കൂട്ടി. പക്ഷേ സീറ്റ് ഷെയർ ഒന്നും തന്നെ കൂട്ടാൻ സാധിച്ചില്ല. അവിടെ ഒന്നും 0-ൽ നിന്നു സീറ്റ് ഷെയർ. കാരണം സീറ്റ് ജയിച്ചു വരണം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ജയിച്ചു വരണമെങ്കിൽ അതിന് മറ്റ് പല ഫാക്ടേഴ്സ് ഇല്ലേ. പഞ്ചായത്തിൽ അങ്ങനെയല്ല. LDFൽ നിന്നും ചില കമ്മ്യൂണിറ്റികളെങ്കിലും, പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഒരു വിഭാഗമെങ്കിലും BJPയിലേക്ക് മാറിപ്പോകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളിലൊന്നായിരുന്നു. ആ ട്രെൻഡ് തുടരുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ശബരിമല വിവാദത്തിൽ LDFിനോട് അകൽച്ച ഉള്ള മതവിശ്വാസികൾ, അത് നായർ കമ്മ്യൂണിറ്റി ആകാം, ഈഴവ കമ്മ്യൂണിറ്റി ആകാം, മറ്റ് ഹിന്ദു സമൂഹങ്ങളാകാം, ഇനി ഹിന്ദു സമൂഹത്തിന് പുറത്തു നിൽക്കുന്ന മറ്റ് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഈ ഗവൺമെൻറ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തതിനോടുള്ള വിയോജിപ്പ് കൊണ്ടാവാം. അങ്ങനെയെങ്കിൽ അവരിൽ ഒരു നല്ല പങ്ക് BJPയിലേക്ക് മാറും. അങ്ങനെയെങ്കിൽ പഞ്ചായത്ത് വാർഡുകൾ, നഗരസഭാ വാർഡുകളിൽ വൻ മുന്നേറ്റം സംഭവിക്കാൻ, ചെറിയ ചെറിയ വാർഡുകൾ ജയിച്ചു വരാനാണ് എളുപ്പം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സുരേഷ് ഗോപി 75,000 വോട്ടിന് തൃശ്ശൂർ ജയിച്ചത് അത്യത്ഭുതകരമായ കാര്യമാണ്. അത് വൻപൻ നേട്ടമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ലോക്കൽ തലത്തിൽ BJPക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. അത് LDFൽ നിന്നും ഒരിക്കലും വോട്ടുകൾ BJPയിലേക്ക് പോവില്ല എന്ന പഴയ സിദ്ധാന്തം ഇന്ന് അപ്രസക്തമാണ്. UDFൽ നിന്നും ചില വോട്ടുകൾ BJPയിലേക്ക് പോകാം, LDFൽ നിന്നും BJPയിലേക്ക് പോകാം. അതുകൊണ്ട് BJP നില ഉറപ്പായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മെച്ചപ്പെടുത്തും. തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഏറ്റവും വലിയ ഉരകല്ലായി വരുന്നത്. അവിടെ BJPക്ക് പ്രതിരോധത്തിൽ വരുന്ന ഒരു ആത്മഹത്യ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ പ്രതിരോധത്തിലാവുന്നുവെങ്കിലും സീറ്റുകൾ 35-ൽ നിന്ന് 101 അംഗ കോർപ്പറേഷനിൽ 31-ൽ നിന്ന് 35-ൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുള്ള സാധ്യത കാണുന്നു. ഒരുപക്ഷെ അവർ ഭരണത്തിൽ വരും എന്ന് BJP ആഗ്രഹിക്കുന്നു. അത് തടയാൻ പരമാവധി LDF UDFും പോസ്റ്റ് ഇലക്ഷൻ എന്തെങ്കിലും സഹകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ ഞാൻ അത്ഭുതപ്പെടില്ല, പ്രേക്ഷകരും അത്ഭുതപ്പെടാനുള്ള സാധ്യതയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഏതാനും പഞ്ചായത്തുകൾ പിടിക്കാൻ, ഏതാനും നഗരസഭകൾ പിടിക്കാൻ ഒക്കെ BJPക്ക് അവസരമുണ്ടാകുന്ന രീതിയിൽ ഈ ഒരു സ്വർണ്ണപ്പാളി വിഷയം മാറി നിൽക്കുന്നു. അതൊരു വലിയ വിഷയം ആയി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയാണെങ്കിൽ, പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായി അതൊന്നും ആയിരിക്കില്ല, ലോക്കൽ വിഷയങ്ങൾ തന്നെ ആയിരിക്കും, എങ്കിലും സാധ്യതയുണ്ട്. പക്ഷേ UDFന് ആശ്വസിക്കാൻ വകയുണ്ട്. കാരണം ഇടതുപക്ഷത്തിനെതിരെ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏത് തലത്തിലാണെങ്കിലും പ്രധാന പ്രതിപക്ഷ കക്ഷി കോൺഗ്രസ് ആണല്ലോ. അതുകൊണ്ട് കോൺഗ്രസിനും ആശിക്കാൻ, ആഗ്രഹിക്കാൻ വക ഇല്ലാതില്ല.